പ്രിയമുള്ളവരെ, എൻ്റെ സ്വന്തം നാട്ടിലെ ഒരു വാർത്ത കണ്ടപ്പോൾ വളരെ ആനന്ദം തോന്നി. ആ ആനന്ദം നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. കറുകച്ചാൽ കോട്ടയം ഓണത്തിരക്കിൽ നഗരം കുരുങ്ങി. പോലീസുകാർ ഓണാഘോഷത്തിലും. ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ നാട്ടുകാർ തന്നെ നിയന്ത്രണം ഏറ്റെടുത്തു. തിരക്ക് കണ്ട് സഹികെട്ട വഴിയാത്രക്കാരനായ യുവാവ് ഒടുവിൽ കറുകച്ചാൽ സെൻട്രൽ ജംഗ്ഷനിലെ ഗതാഗതം മണിക്കൂറുകളോളം നിയന്ത്രിച്ചു. യുവാവിൻ്റെ കഷ്ടപ്പാട് കണ്ട നാട്ടുകാർ ഒടുവിൽ നോട്ടുമാലയിട്ട് സ്വീകരിച്ച ശേഷമാണ് വിട്ടയച്ചത്. ഇതാണ് യുവാവിൻ്റെ പേരൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. സ്വദേശം ബുധനാഴ്ച രാവിലെയാണ് ഈ സംഭവം നടന്നതെന്ന് തോന്നുന്നു. ഇതുവഴി എത്തിയ ചമ്പക്കര സ്വദേശി കേട്ടോ. യുവാവിൻ്റെ പേരും കൂടെ ഒന്ന് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് എൻ്റെ നാട് എന്നുള്ള ഒരു സന്തോഷം തന്നെയല്ല. അതായത് ഇതേ സമാനമായ ഒരു അനുഭവം ഒരു മാസം മുമ്പ് എനിക്കുണ്ടായി. ഞാൻ കയറി ട്രാഫിക് നിയന്ത്രിക്കാനൊന്നും പോയില്ല. എൻ്റെ മോളെ സ്കൂൾ വിട്ടിട്ട് പർച്ചേസ് ചെയ്യാൻ കറുകച്ചാലിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമായിരുന്നു അത്. നല്ല തിരക്കായിരുന്നു. രാവിലെ 8:30 മണി സമയം. പോലീസുകാരും തന്നെ ഇല്ല ട്രാഫിക് നിയന്ത്രിക്കാനായിട്ട്. വാഹനങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലാവരും എല്ലാ വശത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോവുകയാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി കുറച്ച് സമയത്തേക്ക്. ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം തൊട്ടടുത്ത് തന്നെയാണ്. ആ സ്റ്റേഷനിൽ നിന്ന് നിൽക്കുന്ന പോലീസുകാർക്ക് ഈ സെൻട്രൽ ജംഗ്ഷൻ ശരിക്കും കാണാം അവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു അധികം ദൂരപരിധി ഇല്ലാഞ്ഞിട്ടും അവിടുത്തെ അവസ്ഥ മനസ്സിലാകാഞ്ഞിട്ടോ ഒന്നും ആയിരിക്കുകയില്ല. ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നൊരു മട്ടായിരിക്കും. എനിവേ, ഈ നല്ല പ്രവൃത്തി ചെയ്ത ചെറുപ്പക്കാരന്, നല്ല മനസ്സിനുടമയായ ഇതുപോലുള്ള ചെറുപ്പക്കാർ ഇനിയും മുന്നോട്ട് വരട്ടെ. കാര്യം പിന്നെ മറ്റൊരു കാര്യം കൂടെ തോന്നിപ്പോവുകയാണ്. നീ എന്തിനാടാ ഞങ്ങളുടെ ജോലി ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് ഇനി അയാളുടെ മണ്ടയ്ക്ക് ആരും കുതിര കയറാതിരുന്നാൽ കൊള്ളാം. അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.